ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഒരു ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഫാമിലിയാണ് ആദില നൂറ എന്നിവരുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുമെന്നുള്ളത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾസ് ഉണ്ടായിരുന്നല്ലോ. കാരണം നമ്മുടെ സീസൺ 5 നാദിറയെ വീട്ടിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ട്രാൻസ്ജെൻഡറിലേക്ക് മാറിയപ്പോൾ നാദിറയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസിലെ ക്രൂ മെമ്പേഴ്സ് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നാദിറയുടെ ഫാമിലിയെ നാദിറയോടൊപ്പം ചേർക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീസൺ 4 അശ്വൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് തൻ്റെ അമ്മയെ എവിടേക്കോ വെച്ച് കാണാതെ പോവുകയും പിന്നീട് തൻ്റെ അമ്മയെ കിട്ടുന്നതുമായിട്ടൊരു സിറ്റുവേഷനും നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീസൺ 6 ഇതിനോട് ബന്ധപ്പെടുന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ അച്ഛൻ വീട്ടിൽ അംഗീകരിച്ച ആ ഒരു പരിപാടിയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് ബിഗ് ബോസിലുണ്ട്. ഓരോരുത്തരുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. കുറേ പേര് ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് തന്നെ ഒരു ഫെയിമിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ കുറേ പേര് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ തൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വെച്ച് തന്നെ വിട്ട് പോയവരെയൊക്കെ കൂട്ടിയിണക്കാനും ഈ പറയുന്ന ബിഗ് ബോസ് വീട് പലരെയും പല സാഹചര്യങ്ങളിലും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ടുകൊണ്ട് ആദിലയുടെയും നൂറുടെയും ഫാമിലി ആരെങ്കിലും ഒരാളെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ വന്നിവരെ കാണുമെന്ന് നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷനൊക്കെ ആകെപ്പാടെ തെറ്റിപ്പോവുകയായിരുന്നു. ജാസ്മിൻ എം മൂസയും നമ്മുടെ സീസൺ 1 ദിയാസനയുമായിരുന്നു ഈ പറയുന്ന ആദില നൂറ എന്നിവരുടെ ഫാമിലീസായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ആദ്യം തന്നെ നൂറയുടെ ഉമ്മ പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടായിരുന്നു. ഏകദേശം ഒരു 15 സെക്കൻഡൊക്കെ ഉള്ളൊരു ഷോർട്ട് വീഡിയോ. ആ ഒരു ഷോർട്ട് വീഡിയോയിൽ നൂറയുടെ ഉമ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസിൽ പോയവരെ കാണാനായിട്ട് താല്പര്യമില്ല, അവരെ ഞങ്ങൾ സ്വീകരിക്കില്ല, അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. കാരണം നമുക്ക് അവിടെ ഇമോഷണൽ ഫീലിങ്സ് ഒരിക്കലും മനസ്സിലാക്കാതെ വിടാനായിട്ട് സാധിക്കില്ല. നൂറയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നൂറയെ ഈ ഒരു ഫാമിലി കൊണ്ടുവരുന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ നൂറ എന്ന് പറയുന്നൊരു വ്യക്തി അത്രയും ടേക്ക് കെയർ ചെയ്താണ് ഈ ഒരു ഫാമിലി ഇത്രയും വലിയൊരു പെൺകുട്ടിയാക്കിയത്. കാരണം നൂറയുടെ വിദ്യാഭ്യാസം, നൂറയുടെ താമസം, നൂറയ്ക്ക് വേണ്ട ഓരോരോ കാര്യങ്ങളും അത്രയും താല്പര്യപ്പെട്ടാണ് ഇവർ ചെയ്തത്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നൂറയുടെ ഉമ്മക്ക് നൂറ 4ാമത്തെ മകളാണ്. കാരണം 3 മക്കളെ അബോർഷൻ ചെയ്ത് പോവേണ്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് നൂറയുടെ പാരൻസ് മുന്നോട്ട് വന്നത്. കാരണം നൂറയ്ക്ക് മുന്നുണ്ടായിരുന്ന 3 കുഞ്ഞുങ്ങളെയും ഇവർക്ക് കിട്ടാതെ പോയി. അബോർഷനിൽ ഈ പറയുന്ന 3 കുട്ടികളും ഇല്ലാതാക്കപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും 4ാമത്തെ ഒരു പെൺകുട്ടിയായിട്ട് നൂറ ഉണ്ടാവുകയും അത്രയും ടേക്ക് കെയർ ചെയ്ത് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയും അതുപോലെ തന്നെ നമ്മുടെ നൂറയുടെ ഫാദറിന് സൗദിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിനൊക്കെ പേരടക്കം ഇട്ടിരിക്കുന്നത് ഈ നൂറ എന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു സൂപ്പർ മാർക്കറ്റിന് പേരൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നൂറ ഈ പറയുന്ന ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ബിഗ് ബോസിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലൊരു വലിയൊരു ഫാമിലിയിൽ നിന്ന് നൂറെ അത്രയും നോക്കുന്ന, അത്രയും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ ഒരു മകള് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക്, ഒരു LGBTQ കമ്മ്യൂണിറ്റിയിലേക്ക്, അല്ലെങ്കിൽ സ്വന്തം ജെൻഡറിൽപ്പെട്ട ഒരാളെ സ്നേഹിക്കുന്നു, നമ്മുടെ സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു. എത്രയൊക്കെ ആളുകൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സൊസൈറ്റിക്ക് ഈ ഒരു കാര്യം അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും എതിർക്കുന്നവരും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തവരും താല്പര്യമില്ലാത്തവരും ഒരുപാടുണ്ട്. എനിക്ക് അവരുടെ ജീവിതശൈലിയെ ഇഷ്ടമാണെങ്കിൽ തന്നെ ഞാൻ ആ LGBTQ കമ്മ്യൂണിറ്റിയെ ശക്തമായിട്ട് എതിർക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. കാരണം എനിക്കങ്ങനെ ഈ പറയുന്നൊരു LGBTQ കമ്മ്യൂണിറ്റി സ്വന്തം ജെൻഡറിൽ പെടുന്ന ഒരാളെ അയാൾ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. പക്ഷേ നൂറ, ആദില എന്നീ വ്യക്തികൾ മാത്രമല്ല, ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ട്രാൻസ്ജെൻഡർ ആവുന്നവരും സ്വന്തം ഈ പറഞ്ഞ ജെൻഡറിൽ പെടുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവരും കല്യാണം കഴിക്കുന്നവരും അവരെ ഒന്നും എതിർക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന അവരുടെയൊക്കെ ജീവിതശൈലിയെ അപമാനിക്കാനും എതിരായിട്ട് സംസാരിക്കാനും ഒന്നും താല്പര്യമുള്ളൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ. പക്ഷേ എനിക്ക് എന്തൊക്കെയാണെങ്കിലും ആ ഒരു LGBTQ കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഈ പറയുന്ന ആ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയൊക്കെ എതിർക്കുന്നവരും ഉൾക്കൊള്ളാൻ പറ്റാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ മകള് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നു, സൊസൈറ്റിക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു, ഇത്രയേറെ കാത്തിരുന്ന് ഇത്രയേറെ നോക്കി സന്തോഷിച്ച് ഇത്രയും വലുതാക്കിയ ഒരു മകൾ അങ്ങനെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു ബേസിക് ഇമോഷൻ തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായത്. അത് മാറാനായിട്ട് സമയമെടുക്കും, ചിലപ്പോൾ മാറിയില്ല എന്നും വരും.
അതുകൊണ്ടൊക്കെയാണ് ആദില, നൂറ എന്നിവരുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് ഇവരെ കാണാനായിട്ട് എത്താതിരുന്നത്. ബിഗ് ബോസ് ഒരുപാട് എഫേർട്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്സ് ഇവരെല്ലാവരും ഈ പറയുന്ന ആദില, നൂറ എന്നിവരുടെ ഫാമിലീസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരിക്കലും ഇവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഇവരൊരിക്കലും സ്വീകരിക്കില്ല എന്ന് തന്നെ ഒരു തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് ഈ പറയുന്ന രണ്ട് ഫാമിലീസ് നിൽക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന നാദിറയുടെ കേസ് പറയുമ്പോഴും അശ്വിൻ്റെ കേസ് പറയുമ്പോഴും ഇവരുടെയൊക്കെ കേസിൽ ഇവർ ആ ഒരു ഫാമിലിയെ തൻ്റേത് ആക്കാനായിട്ടൊരു എഫേർട്ട് ബിഗ് ബോസ് ഹൗസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ എഫേർട്ട് കണ്ടാണ് നാദിറയുടെ അനിയത്തിയെ ഈ പറയുന്ന നാദിറയുടെ അച്ഛൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വിട്ടതും പിന്നീട് നാദിറ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഫാമിലിയുടെ ഒപ്പം ചേർന്നതും. ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ അവർ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു ശൈലി കണ്ട് ഒരുപാട് ജനങ്ങൾ ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ നാദിറ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ഈ പറയുന്ന ഫാമിലീസ് ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. പക്ഷേ ഈ പറയുന്ന ആദിലയും നൂറയും ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ചെയ്തത്? എക്സ്പെഷ്യലി ആദില ഈ പറയുന്ന ചലഞ്ചേഴ്സ് വന്നു പോയതിന് ശേഷം, അതായത് നമ്മുടെ ഈ റിയാസ് സലീമും ഷിയാസ് കരീമൊക്കെ വന്നു പോയതിന് ശേഷം അവിടെ ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റി വേറെ, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി പെടാത്തവർ വേറെ, അതുപോലെ ഭയങ്കരമായിട്ടൊരു വിടവ് ഈ പറയുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിനും ഈ പറയുന്ന LGBTQ ബന്ധപ്പെട്ട ആളുകൾക്കും ഇടയിൽ കൊണ്ടുവരാനായിട്ട് പല സമയങ്ങളിലും ആദില, നൂറ എന്നിവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് നേടിയെടുക്കാമായിരുന്നു ഈ പറയുന്ന ഫാമിലിയെ. ഇവർ എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ എതിർത്ത സമയത്ത്, വേദലക്ഷ്മിയെ പോലുള്ള കണ്ടസ്റ്റൻ്റൊക്കെ ഇവരെ എതിർത്ത സമയത്ത് ലാലേട്ടൻ അടക്കം ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്നൊക്കെ പറഞ്ഞ കണ്ടസ്റ്റൻസാണ് ഈ പറയുന്ന ആദിലയും നൂറയും. ആ കേസിലേക്ക് ഇവരുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള ന്യായമുണ്ട്. പക്ഷേ ചലഞ്ചേഴ്സ് പോയി വന്നതിന് ശേഷം ആദിലയുടെ പെരുമാറ്റത്തിൽ വ്യക്തമായുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരിക്കലും ഫാമിലി മെമ്പേഴ്സിനായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കായാലും ഇത്രയും നാൾ ഇവരെ വോട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവന്ന ജനങ്ങൾക്കായാലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് ഫാമിലീസ് ഒന്നും ബിഗ് ബോസ് ഹൗസിലേക്ക് വരാതിരുന്നത്. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസിൽ അവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കണ്ടസ്റ്റൻസിനോട് ഈ ഒരു സങ്കടം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാളൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ആരും വന്നില്ല, വരാനായിട്ട് ആരും ഇല്ലല്ലേ ബിഗ് ബോസ് എന്നുള്ള രീതിയിലൊക്കെ ആദില പറയുന്നത് കേട്ട് ഒരുപാട് പേര് അതിനൊരു ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നില്ല. എന്നെങ്കിലും ഒരിക്കലും അനുകൂലമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്